അതാണോ ടോട്ടൽ നമ്മുടെ എത്രയാണ് രൂപ ക്വാണ്ടിറ്റി സാർ വാല്യൂ പറയുമ്പോഴത്തേക്ക് 10 കോടിയിലധികം അല്ലേ? കാരണം ഇതിന്റെ itself is a 1.5 കിലോ സാർ itself is a huge quantity. നമ്മുടെ 2000 മുതൽ 14 വരെ എന്ന് പറയുമ്പോൾ എത്ര ദിവസമായിപ്പോൾ? 15 ദിവസം ഒരു പക്ഷമായി സാർ 2 weeks 2 വീക്സിന്റെ തുടങ്ങാല്ലേ? ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ടിന്റെ വിജയകരമായ പ്രവർത്തനത്തിന് ആവശ്യമായ വിവിധ ഏജൻസികളുടെ ഒരു മീറ്റിംഗ് ആണ് ഇന്ന് കൂടിയത്. അപ്പോൾ കഴിഞ്ഞ 15 ദിവസമായി കേരളത്തിൽ കേരള പോലീസ്, എക്സൈസ്, ആരോഗ്യ, വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണത്തോടെ വളരെ വിജയകരമായ തോതിൽ ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 10 കോടിയിലധികം വരുന്ന നിരോധിത ഡ്രഗ്സ്, 10 കോടി വില പിടിക്കുന്ന അല്ലെങ്കിൽ വിലപിടിപ്പുള്ള മയക്കുമരുന്ന്, നിരോധിത പുകയില ഉൽപ്പന്നങ്ങളെല്ലാമാണ് പിടിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു കണക്ക് ഞാൻ പറയാം. 2575 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അത് 2778 പേരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ 1.589 kg of MDMA, 146.459 കഞ്ചാവ്, 464.045 gram of hashish oil, 350.439 grams of brown sugar, 11 LSD stamps and 141 cannabis plants. ഇതെല്ലാം ഇന്റർനാഷണൽ മാർക്കറ്റിൽ വലിയ തോതിലുള്ള വിലയുള്ള നിരോധിത മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതിന്റെ പ്രവർത്തനം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഇതിൽ തന്നെ 2575 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 838 കേസുകൾ സ്മോൾ ക്വാണ്ടിറ്റിയാണ്, 78 കേസുകൾ മീഡിയം ക്വാണ്ടിറ്റിയാണ്, 24 കേസുകൾ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ്. അതോടൊപ്പം തന്നെ NDPS ആക്ടിന്റെ കീഴിലുള്ള വിവിധ പ്രൊവിഷൻസ് അനുസരിച്ച് 1204 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കോർട്ട ആക്ട് അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ യോഗം എന്ന് പറഞ്ഞത് വിവിധ കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടു കൂടി ഈ ഓപ്പറേഷൻ തുഫാന്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അതിൽ IB ഉണ്ടായിരുന്നു, RPF ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ കേന്ദ്ര സെൻട്രൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, NDRA ഉണ്ടായിരുന്നു, DRI ഉണ്ടായിരുന്നു, കസ്റ്റംസ് ഉണ്ടായിരുന്നു, കോസ്റ്റ് ഗാർഡിന്റെ ഉണ്ടായിരുന്നു, മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കേന്ദ്ര ഏജൻസികളുടെ IB ഉണ്ടായിരുന്നു,
എല്ലാ കേന്ദ്ര ഏജൻസികളുടെയും പ്രതിനിധികളായിരുന്നു കേരളത്തിൽ പ്രവർത്തിക്കുന്ന സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായിരുന്നു. കാരണം ഇത് ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണെങ്കിലും ഡ്രഗ്സ് ആണെങ്കിലും ഇതെല്ലാം വരുന്നത് കേരളത്തിന്റെ അതിർത്തി വിട്ടാണ്. അപ്പൊ അവയെ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം, ഇതിന്റെ സോഴ്സുകളെ എങ്ങനെ കണ്ടെത്താം, അതിന് എന്തെല്ലാം മെത്തഡോളജി സ്വീകരിക്കണം, ഈ കാര്യങ്ങളെ പറ്റിയാണ് വളരെ വിശദമായി ചർച്ച ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്നുള്ള ഏകദേശ രൂപം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ സോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ വഴികൾ കണ്ടെത്തി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായി ഒരു കോർഡിനേഷൻ, കാരണം ഇതെല്ലാം ഈ നർക്കോട്ടിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന ഏജൻസികളാണ് വന്നതെല്ലാം. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കേന്ദ്ര ഏജൻസികൾ എങ്ങനെ കേരള പോലീസിനെ സഹായിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായി ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ. അവരെല്ലാം ഓപ്പറേഷൻ തുഫാന് വൻ പിന്തുണ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഓപ്പറേഷൻ തുഫാൻ ഒരു വൻ വിജയമാണെന്ന് ഈ ഏജൻസികളൊക്കെ സമ്മതിച്ചു. അവർ കേരള പോലീസിനെ അഭിനന്ദിച്ചു. അവരുടെ സമ്പൂർണമായ സഹകരണം ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകും എന്ന് അവർ പ്രത്യേകം സൂചിപ്പിക്കുകയുണ്ടായി. ഒരു മൾട്ടി ഡിജിറ്റൽ ഇന്റഗ്രേറ്റഡ് പ്രോജക്റ്റ് ഇതിനു വേണ്ടി തയ്യാറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ചുമതലയുള്ള പുട്ട വിമലാദിത്യെ അതിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് കേരളത്തിൽ ഏറ്റവും ആധുനികമായ ശാസ്ത്രീയമായ നിലയിൽ ഈ നർക്കോട്ടിക്കിനെയും ഈ ഡ്രഗ്സിനെയും പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും രൂപം നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ യോഗത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ തന്നെ മാറ്റം വരുത്തും. അതിന്റെ രൂപങ്ങൾ, അതിന്റെ രീതി മാറ്റും. കൂടുതൽ ശാസ്ത്രീയമായ നിലയിൽ ഇത് കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാവും. അതുപോലെ പോലീസ് ഡോഗ്സ് സാധാരണഗതിയിൽ ടെററിസത്തെ കൗണ്ടർ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അവർക്ക് ഈ നർക്കോട്ടിക് കണ്ടെത്താനുള്ള പരിശീലനം കൊടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ അങ്ങനെ എല്ലാ തലങ്ങളിലും സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ വളരെ വിജിലന്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 3 ഘട്ടമാണ്. ഒന്ന്, ഡയറക്റ്റായിട്ട് ഇത് പിടിക്കുക എന്നുള്ളത്, ക്രൈമായി കണ്ടുകൊണ്ട് കേരള പോലീസ് തന്നെ മുൻകൈ എടുത്ത് തുഫാൻ സ്ട്രൈക്സ് നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും തുഫാൻ സ്ട്രൈക്സ് നടക്കുന്നു. രണ്ടാമത്തെ എന്ന് പറയുന്നത് തുഫാൻ വാരിയേഴ്സ്. ഇന്നലെ പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീ മോഹൻലാൽ തൂഫാൻ വാരിയറായി ഇന്നലെ ചേർന്നിട്ടുണ്ട്. തൊടുപുഴയിൽ വെച്ച് ഇന്നലെ അദ്ദേഹം തൂഫാൻ വാരിയറായി ചേർന്നിട്ടുണ്ട്. തൂഫാൻ വാരിയറിൽ ഒരാളായി അദ്ദേഹം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം കുറെ കാലമായി ഈ ഡ്രഗ്സിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നുണ്ട് എന്നോട് വിശ്വശാന്തി എന്ന പേരിൽ അദ്ദേഹത്തിന്റെ അമ്മയുടെയും അച്ഛന്റെയും പേര് ചേർത്ത വിശ്വശാന്തി എന്ന ഒരു പ്രോജക്റ്റ് 3 വർഷമായി അദ്ദേഹം നടത്തുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ ഈ പ്രോജക്റ്റുമായി പരിപൂർണമായും സഹായിക്കാമെന്ന് ഇന്നലെ സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാനും കോർഡിനേറ്റർ ശ്രീ വിമല ആദിത്യയും അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപനം. അതുകൊണ്ട് ധാരാളം സിനിമാ നടന്മാരും അതോടൊപ്പം തന്നെ പ്രഗത്ഭരായ വ്യക്തികളും ഒക്കെ തൂഫാൻ വാരിയേഴ്സായി ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്കും തൂഫാൻ വാരിയേഴ്സായിട്ട് ചേരാവുന്നതാണ്. ഞാൻ നിങ്ങളെയും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വളരെ തൂഫാൻ കെയർ അടുത്തത് 3 സ്റ്റേജാണ്. തൂഫാൻ സ്ട്രൈക്ക്, തൂഫാൻ വാരിയേഴ്സ് ആൻഡ് തൂഫാൻ കെയർ. തൂഫാൻ കെയർ എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ച് പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ നേരിടുന്നവര്, അഡിക്റ്റായി മാറിയവര്, വിഡ്രോവൽ സിംഡ്രോം ഉള്ളവര്, ഇവരെയൊക്കെ ട്രീറ്റ് ചെയ്യാനും റീഹാബിലിറ്റേറ്റ് ചെയ്യാനുമുള്ള സ്കീം. അങ്ങനെ 3 തരത്തിലാണ് ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് വിജയകരമായ നിലയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും ഉണ്ടാകും. ഇപ്പോഴ് നമ്മൾ ശക്തമായ ഒരു പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് ഈ മരണത്തിന്റെ വ്യാപാരികൾ ഇപ്പൊ കേരളത്തിൽ ഇതിന്റെ സെല്ലിംഗ് അല്പം കുറച്ചിട്ടുണ്ട്. കേരള പോലീസ് വിഡ്രോ ചെയ്യുമ്പോൾ കൂടുതൽ സെല്ല് ചെയ്യാന്നുള്ള ധാരണയിലാണ്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ്.
we are not going to stop this operation. We will continue with this operation so that the Kerala will be free from narcotic drugs and അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. 26-ാം തീയതി കേരളത്തിൽ ആന്റി നർക്കോട്ടിക് ഡേ ആണ്, വേൾഡ് ആന്റി നർക്കോട്ടിക് ഡേ ആണ്. അന്ന് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും MLA-മാരുടെ നേതൃത്വത്തിൽ ഇതിന്റെ ബോധവൽക്കരണം, ഇതിന് മറ്റൊരു ഭാഗമാണ് ബോധവൽക്കരണം. MLA-മാരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണം നടത്തണമെന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ്, വിദ്യാഭ്യാസ മന്ത്രിയെയും അതോടൊപ്പം തന്നെ മുൻകൈയെടുത്ത് മില്യൺ ഗോൾസ്, തൂഫാൻ ഗോൾസ് എല്ലാ സ്കൂളുകളിലും നടത്താൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ ദിവസമാണ് പേരുക്കടയിലാണ് നടത്തിയത്. അതുപോലെ തന്നെയാണ് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തണ്ടർ എന്ന പേരിൽ തന്നെ അവരുടേതായ രീതിയിൽ വലിയ തോതിലുള്ള പ്രവർത്തനം നടത്തുന്നു. അത് നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി M. ലിജു തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് സംസ്ഥാന ഗവൺമെന്റ്. കേരള മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളിൽ, നമ്മുടെ കോട്ടക്കൽ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഏജൻസികളുടെ സഹായം തേടിയത്. വളരെ ഫലപ്രദമായ ചർച്ചയായിരുന്നു ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരുന്നത്. ഈ സിനിമാ സെറ്റുകളിൽ അതുപോലെ കാരവൻ വാഹനങ്ങളിലൊക്കെ മയക്കുമരുന്നിന്റെ ഉപയോഗത്തിന്റെ ആരോപണം ആ പരിശോധന നടത്തുക. രണ്ടാമത് നിലവിൽ പിടിക്കപ്പെട്ട ആളുകളെ അവരുടെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തുന്നതിനുള്ള എന്തെങ്കിലും നടത്തുന്നു. അതെ, ഈ രണ്ടും വളരെ നല്ല ചോദ്യങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ബോട്ടിലാണെങ്കിലും ഇതുകൊണ്ട് പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5 സ്റ്റാർ ഹോട്ടലുകൾ ഇത് സെല്ല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്തുകൊണ്ട് അവിടെ പരിശോധിക്കും. ഇതിന് ഓപ്പറേഷൻ തുഫാൻ ഇതൊന്നും ഒരു ബാരിയേഴ്സ് അല്ല, അതെല്ലാം ചെയ്യും. അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ ആവശ്യപ്പെട്ട് എല്ലാവരും ഇതിൽ നിന്ന് പിന്മാറണമെന്ന്. കാരണം നമ്മള് കേരള പോലീസ്, കേരള ഗവൺമെന്റ് ഇത്രയും വലിയൊരു ദൗത്യം ആരംഭിച്ചപ്പോൾ അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പിന്നീട് ഈ രണ്ടാമത്തെ ചോദ്യം ഒരു പ്രധാനപ്പെട്ടതാണ്. അതിനാണ് ഇന്നത്തെ മീറ്റിംഗ്. അതാണ് ഇന്നത്തെ മീറ്റിംഗിന്റെ ഗൗരവതരമായ ചർച്ച ഉണ്ടായത് ഇതിന്റെ സോഴ്സാണ്. ഇത് എവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. ആകാശത്തൂടെയും കടലിലൂടെയും കരയിലൂടെയും ഇത് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ സോഴ്സുകളെ സംബന്ധിച്ച് ഉള്ള ചർച്ചകൾ, ഞാൻ മുഴുവൻ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങൾ ഞാൻ വിശദമാക്കുന്നില്ല. പറയുന്നത് നമ്മുടെ ഈ ഓപ്പറേഷൻ ഗുണകരമല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ആ രണ്ടാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സോഴ്സ് കണ്ടെത്തുക, ലഹരി മാഫിയയുടെ വേരറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സോഴ്സിനെ കണ്ടെത്താനുള്ള ശ്രമമാണ്. ഇതിന്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ മീറ്റിംഗ്. ഇനി ഇത് 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ പോർട്ടുകളിൽ, സീ പോർട്ടുകളിൽ ഈ മീറ്റിംഗ് ഉണ്ടാകും. കാരണം താഴോട്ടുകൂടെ പോകണം, താഴോട്ടുകൂടെ ചെന്ന് യഥാർത്ഥത്തിൽ ആ പോർട്ടുകളിലും എയർപോർട്ടുകളിലും ഒക്കെ സംയുക്തമായ ഒരു ഓപ്പറേഷൻ എല്ലാ ഏജൻസികളിലും കൂടി നടത്തിയാൽ മാത്രമേ ഇതിനെ നമുക്ക് തടയാൻ കഴിയൂ. കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ എന്നോട് നിങ്ങൾ നിർബന്ധിക്കരുത്, അത് ശരിയല്ല എന്നുള്ളത്. രണ്ടാഴ്ച നടത്തിയ പരിശോധനയിൽ MDMA പോലുള്ള രാസായനിക ഉത്പാദനം നിർമ്മാണം കേരളത്തിൽ നടക്കുന്നതായിട്ട് തുടരുന്നു. അതുപോലെ ഈ നൈജീരിയ അതുപോലുള്ള കൺട്രീസിൽ നിന്ന് ഒരുപാട് പേര് കേരളത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് അവരാണ് കയറ്റുവിടുന്നുള്ള അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവരോട് എത്തുന്നത്? അവരെ 2 നൈജീരിയൻ പൗരന്മാരെ നമ്മൾ അറസ്റ്റ് ചെയ്തു. ഒന്ന് പന്തളത്ത് നിന്ന് കേരള പോലീസാണ് പോയത്. വളരെ ശ്രമകരമായ നിലയിലാണ് അവരെ അറസ്റ്റ് ചെയ്തത്. ഡൽഹി പോലീസിന്റെ സഹായം ഉണ്ടായിട്ടും നൈജീരിയയിൽ നിന്ന് വന്ന് അവരെ കണ്ടെത്താൻ വലിയ പ്രയാസപ്പെടേണ്ടി വന്നു. ആ പന്തളം പോലീസിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവർ ബാംഗ്ലൂരിൽ നിന്നും ഒരു നൈജീരിയൻ യുവതി, അവരെ പിടിക്കാനും വളരെ പ്രയാസകരമായിരുന്നു. പക്ഷെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ ഓപ്പറേഷൻ നടത്തുകയുണ്ടായി. കഴിഞ്ഞ ഓപ്പറേഷൻ എല്ലാ ദിവസവും നമുക്ക് ബന്ധപ്പെട്ട് വരുമായിരുന്നു നമ്മുടെ പോലീസ്. അതിൽ നിന്ന് എന്താണ് ഇതിന്റെ ഒരു മാറ്റം, അല്ലെങ്കിൽ എന്താണ് ഒരു സ്പെഷ്യൽ ഉള്ളത് ഈ തൂഫാൻ? അതായത് സെയിം പാറ്റേൺ അല്ല, ഞാനതാ എക്സ്പ്ലെയിൻ ചെയ്തത് 3 ആണ്. ഒന്ന് തുഫാൻ സ്ട്രൈക്സ്, തുഫാൻ വാരിയേഴ്സ്, കൂടുതൽ ആളുകളെ
ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിനെ, സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തൂഫാൻ വാരിയേഴ്സ് ആക്കുകയാണ്. കാരണം അവരതിൻ്റെ അംബാസഡർമാരാകുകയാണ്. ഇതിനെതിരായ ഒരു മുന്നേറ്റത്തിന് അവരെ കൂടെ കൂട്ടുന്നു. മൂന്നാമത്തേത് തുഫാൻ കെയർ, ഈ വന്നിട്ടുള്ള ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക. ഇപ്പം തന്നെ ധാരാളം മർത്തമ സഭയുടെ തിരുമേനി തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് 13 ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട് സഹായം തരാം. തൃശ്ശൂർ രൂപത അധ്യക്ഷൻ ഇന്നലെ താരത്ത് പിതാവ് പറഞ്ഞു, ഞങ്ങളുടെ ഡി അഡിക്ഷൻ സെന്റർ തരാം. ധാരാളം മുസ്ലിം സംഘടനകൾ മുന്നോട്ട് വരുന്നുണ്ട്, ധാരാളം സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരുന്നുണ്ട്. അവരെ എല്ലാം സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ മുന്നേറ്റമാണ് ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്നത്. അതിനകത്ത് എല്ലാവരും ഉണ്ടാകണം, മാധ്യമങ്ങളും ഉണ്ടാകണം, മാധ്യമ പ്രവർത്തകരും ഉണ്ടാകണം, സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുള്ളവരും ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇത് സക്സസ്ഫുൾ ആവുകയുള്ളൂ. ഇത് ഒരാഴ്ച കൊണ്ട് നിർത്താൻ കഴിയുന്നതല്ല, നിർത്താൻ പാടില്ല. ഷുഡ് ബി എ കണ്ടിന്യൂസ് പ്രോസസ്. അപ്പൊ അതിലൂടെ പരമാവധി നമ്മൾ ബോധവൽക്കരണം നടത്തി ചെറുപ്പക്കാരെ ഇതിൽ നിന്ന് മോചിപ്പിക്കാനും, ഇത്തരം ശക്തികൾ കേരളത്തിന്റെ മണ്ണിൽ സ്ഥാനമില്ല എന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിക്കുകയും വേണം. ഗവൺമെന്റ് നിർബന്ധിക്കുകയല്ല. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ഇപ്പൊ ധാരാളം ആളുകളും സംഘടനകളും ജനങ്ങളും മുന്നിട്ട് ഇറങ്ങുന്നുണ്ട്. കാരണം ഭാവി തലമുറയെ രക്ഷിക്കാനാണ്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരൊക്കെ, എനിക്ക് വരുന്ന കത്തുകൾ പരിശോധിച്ചാൽ നമ്മുടെ കണ്ണു നിറയും. ഓരോ പ്രദേശത്തും ജനങ്ങൾ, പ്രത്യേകിച്ച് അമ്മമാര്, തങ്ങളുടെ കുട്ടികളെ പറ്റിയുള്ള ആശങ്കകൾ പ്രകടിപ്പിക്കുന്നത്. നമ്മളതൊന്നും പിന്നെ പരസ്യമാക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പാടില്ല. അത്തരം വികാരപരമായ നിലയിലാണ് ഇതിന്റെ റെസ്പോൺസ് വരുന്നത്. അപ്പൊ അതൊക്കെ ഒരു നാടിന് ചെയ്യേണ്ട കാര്യമായിട്ടാണ് കേരള ഗവൺമെന്റ്, പുതിയ ഗവൺമെന്റ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പല സമയത്തും ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ ഡിലേ ആണ്. ഇതിന്റെ ചാർജ് ഷീറ്റ് ഫയലിംഗ് ഇവര് പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും പ്രോസസ്? അതല്ല ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഞങ്ങൾ അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, പെട്ടെന്ന് ചാർജ് ഷീറ്റ് കൊടുക്കുക. ഇന്നൊരു കാര്യം അവരെല്ലാ ഏജൻസികളും സമ്മതിച്ചു, ദ കൺവിക്ഷൻ റേറ്റ് ഇൻ ദിസ് കൺട്രിയിൽ കേരളം മുൻപന്തില്ല. വി ആർ നമ്പർ 1 കൺവിക്ഷൻ റേറ്റ്. അപ്പൊ അത് പോലീസിന്റെ ഒരു ആക്റ്റീവായ ഇൻവോൾവ്മെന്റ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. സമയത്ത് കുറ്റപത്രം കൊടുക്കുക, അവരുടെ പേര് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ ആ കൺവിക്ഷൻ റേറ്റിന്റെ കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് വരണം, ഇനിയും കൂടുതൽ മുന്നോട്ട് വരണം. ഇപ്പം നമ്മൾ മുമ്പിലാണ്. അപ്പൊ അതിലൊക്കെ വളരെ ആക്റ്റീവായി തന്നെ കേരള പോലീസ് പ്രവർത്തിച്ചു വരുന്നു. അത് ഒന്ന് ബോധവൽക്കരണത്തിലൂടെയാണ്. പിന്നെ നമ്മൾ ഇതുപോലെയുള്ള ആക്ഷൻസ് നടക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെടുമല്ലോ. ഇപ്പൊ കഞ്ചാവ് കുക്കറിൽ വെച്ച് കഞ്ചാവ് തിളപ്പിക്കുക, മണം കെട്ടിട്ട് പോലീസ് പോയി പിടിക്കുക. അപ്പൊ ഇതൊക്കെ പക്ഷെ നമ്മളെക്കാൾ വളരെ ബുദ്ധിമാന്മാരാണ് ഇതൊക്കെ ചെയ്യുന്ന ഈ നർക്കോട്ടിക്കിന്റെ ആളുകളെന്ന് കരുതിക്കോണം. ഇപ്പൊ കിട്ടിയൊരു ഇൻഫർമേഷൻ, അടുത്ത ഒരാഴ്ച 2 ആഴ്ച ഇനി നമ്മൾ സെല്ല് ചെയ്യണ്ട, കാരണം ഇത് പിടിക്കും. അതുകൊണ്ട് നമ്മളൊന്ന് എന്ത് ചെയ്യണം, പത്തി മടക്കിയിരിക്കണം. ഇതൊക്കെ അവരുടെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ദേ ആർ ആൾസോ വെരി ഇന്റലിജന്റ് പീപ്പിൾ. അപ്പം അത് ഇന്റലിജന്റായി അവരെ എങ്ങനെ നേരിടാമെന്നുള്ളതാണ് ഇന്നത്തെ ചർച്ച ഉണ്ടായത്. ഇന്നത്തെ ചർച്ചയിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. നല്ല നിലയിലുള്ള ഒരു ഭാവി ഈ ഓപ്പറേഷൻസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതിന് ഒരു ജോയിന്റ് ഓപ്പറേഷനും ജോയിന്റ് എഫർട്ടിനുമുള്ള വഴി തെളിക്കും എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിന്. അത് DGP സംസാരിക്കുന്നുണ്ട് മറ്റ് സ്റ്റേറ്റുകളുമായിട്ട്. പ്രധാനമായി ഇതിന്റെ സോഴ്സുകൾ വരുന്ന സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സും പിന്നെ തൊട്ടടുത്ത സ്റ്റേറ്റുകളുണ്ട്. അതുമായിട്ടൊക്കെ DGP സംസാരിച്ച് ഞങ്ങൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം ഒരു മീറ്റിംഗിന് കൂടുന്നതിനെ പറ്റി ആലോചിക്കുക. തൃശ്ശൂരിൽ നടന്ന ഒരു യോഗത്തിൽ ജിത്തുമോൻ എന്ന് പറഞ്ഞിട്ട് ലഹരി മാഫിയ ബന്ധപ്പെട്ട പങ്കെടുത്തതായിട്ടുള്ള ഒരു ആരോപണം ഇതിനെക്കുറിച്ച് നടത്തിയിരിക്കണം. എന്റെ യോഗത്തിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഏതെങ്കിലും ഒരാൾ വന്നതെന്ന് എനിക്കറിയില്ല. നമ്മളെ പങ്കെടുത്ത യോഗത്തിൽ 1000-1500 കുട്ടികൾ സെന്റ് തോമസ് കോളേജിലായിരുന്നു. 2000 കുട്ടികൾ 3000 കുട്ടികളുണ്ട്. അത് ഇത് ആരെങ്കിലും വന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും എൻ്റെ കൂടെ സ്റ്റേജിലോ പരിപാടിയിലോ ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ സ്റ്റാഫില് ആരുമില്ല. എൻ്റെ സ്റ്റാഫിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരാളുമില്ല.
അത് കുറേ ദിവസമായിട്ട് ഈ തൂഫാനെ പരാജയപ്പെടുത്താൻ ചില ആളുകൾ ഇങ്ങനെ ഇളക്കി വിടുന്നതാണ്. അത് തൂഫാനുമായി ബന്ധപ്പെട്ടത് ഇഷ്ടപ്പെടാത്തവരാരും ചെയ്യുന്നത്. അങ്ങനെ ആരും ചെയ്യരുത്. കാരണം ഇത് എനിക്ക് വേണ്ടി അല്ലല്ലോ, ഇത് നമുക്ക് പോലീസിന് വേണ്ടി അല്ലല്ലോ, ഈ നാടിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമമല്ലേ. അതിനകത്ത് രാഷ്ട്രീയം കാണാതെ എല്ലാവരും സഹകരിക്കും. എൻ്റെ സ്റ്റാഫിൽ അത്തരം അങ്ങനെ ഒരാളും ഉണ്ടാവില്ല. ഇപ്പം 17 പേരെ എൻ്റെ സ്റ്റാഫിലുണ്ട്, ഇപ്പം ഡിക്ലെയർ ചെയ്തുകൊണ്ട് അതിലാരുമില്ല. ഇനിയും 25 പേരെ വരെ വെക്കാം, അതിനകത്തും ആളുണ്ടാവില്ല. ഈ സോഷ്യൽ മീഡിയയിലൂടെയും പത്രങ്ങളിലൂടെയും അനാവശ്യമായ വാർത്തകൾ ദയവായി പ്രചരിപ്പിക്കും. സത്യം എന്താണെന്ന് എന്നോട് വിളിച്ചു ചോദിക്കണം. നിങ്ങളുടെ കൂടെ ഏതെങ്കിലും ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ ഞാൻ പറയുമല്ലോ. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി ഇന്നലെ പറയുന്നത് കേട്ടു. അവർക്ക് എന്നോടൊന്ന് ചോദിക്കാമല്ലോ, ഉണ്ടോ, ഇനി ആളിനെ വെച്ചോ, ഇനി ആളിനെ വെച്ചില്ലേ എന്ന് എന്നോട് ചോദിക്കാമല്ലോ. പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാക്കളുടെ തന്നെ ആക്റ്റീവ് പോസ്റ്റ് അഭിനന്ദിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രിയുടെ നഹാസ് എന്ന് പറയുന്ന ആൾ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിയാണ്. അദ്ദേഹം എന്നോട് സ്റ്റാഫിൽ വരണമെന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അദ്ദേഹത്തെ എടുത്തിട്ടുമില്ല. ഇത് എവിടുന്നോ ആരോ വാർത്ത കൊടുത്തതിന്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുക. അദ്ദേഹം എന്നോട് വേണമെന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ നേതാവാണ്, AP സെക്രട്ടറിയാണ്. അയാളുടെ ബ്രദറാണ് ഇതിനകത്ത് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അങ്ങനെ ഒരാളിനെ ഞാൻ സ്റ്റാഫിൽ എടുത്തിട്ടില്ല, എന്നോട് വേണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. ഇത് ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും എഴുതുന്നത് കേട്ടിട്ട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ദയവായി പത്രസമ്മേളനം നടത്തരുത്. ഇത് ഈ തൂഫാനെ എങ്ങനെയെങ്കിലും ദുർബലപ്പെടുത്താനാണ് നീക്കമെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു കാരണവശാലും തൂഫാൻ ദുർബലപ്പെടുന്ന പ്രശ്നമില്ല. ദിസ് ഈസ് എ വെഞ്ചർ ഫോർ ദ ഫ്യൂച്ചർ. നാടിനും സമൂഹത്തിനും വേണ്ടിയിട്ടുള്ള ഒരു മുന്നേറ്റമാണ്. ഞാൻ ഒന്നുമല്ലാതിരുന്ന, എനിക്കൊരു സ്ഥാനമില്ലായിരുന്ന കാലത്ത് ഞാൻ 14 ജില്ലയിലും ഞാൻ ഈ പരിപാടി നടത്തിയ ആളാണ്. വാക്കത്തോൺ അന്നത്തെ മുഖ്യമന്ത്രി എന്നെ ആ കാര്യത്തിൽ അഭിനന്ദിച്ചതാണ്, അന്നത്തെ മന്ത്രിമാരെല്ലാം അഭിനന്ദിച്ചതാണ്. വാക്ക് അഗൻസ്റ്റ് ഡ്രഗ്സ്. അപ്പൊ അത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് കേരള ഗവൺമെന്റ് തന്നെ ഇപ്പോൾ നടത്തുന്നു എന്ന് മാത്രം കണ്ടാൽ മതി. അത് വരട്ടെ, അതിപ്പോ എനിക്ക് അന്വേഷണത്തിൽ ഞാൻ ഇടപെടാറില്ലല്ലോ. അത് പോലീസ് അന്വേഷിച്ചിട്ട് അവർ റിപ്പോർട്ട് തരുമ്പോഴല്ലേ നമ്മളൊക്കെ അറിയാൻ കഴിയുന്നു. അതറിയില്ല. അത് ഒരു SIT രൂപീകരിച്ചാൽ അവരെന്തെല്ലാം ചെയ്യുന്നതെന്നൊന്നും ഞാൻ അന്വേഷിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഐ ഷുഡ് നോട്ട് ഇന്റർഫിയർ ഇൻ ടു ദെയർ ഫ്രീഡം. ഒരിക്കലും പാടില്ലാത്തതാണ്. ഒരു ആഭ്യന്തരമന്ത്രിയും ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് അവർക്ക് സ്വതന്ത്രമായി അന്വേഷിക്കാം. സ്വതന്ത്രമായി അന്വേഷിച്ച് റിപ്പോർട്ട് തരുമ്പോൾ ആ റിപ്പോർട്ടിൽ നിങ്ങളെ അറിയാം. റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതിനെപ്പറ്റി എന്നോട് സംസാരിച്ചിരുന്നു. അന്നത്തെ ജയിൽ DGP സംസാരിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞതിന്റെ കാര്യം റിപ്പോർട്ടായിട്ട് അതല്ല, വാക്കാൽ പറഞ്ഞത് കോടതി ഇടപെട്ടാണ് പരോൾ കൊടുത്തത്. അപ്പൊ കോടതിയിൽ ഇനി വക്കീൽ മൗനം പാലിച്ചോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും കോടതി ഇടപെട്ടതാണ്, അല്ലാണ്ട് DGP കൊടുത്തല്ല എന്നാണ്, അല്ലെങ്കിൽ പോലീസ് ജയിൽ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തല്ലെന്നാണ് എന്നോട് പറഞ്ഞത്. കേസ് അവസാനിപ്പിക്കാൻ കോടതി പോലീസ് റിപ്പോർട്ട് കൊടുക്കുകയും ഇന്ന് കോടതി തള്ളിയിട്ടുണ്ട്. അതായത് DPക്കെതിരെ കേസ് അന്വേഷിക്കണം. മുഖ്യമന്ത്രി പിണറായി അന്ന് പിണറായി കടന്നുപോയ കേസിലാണ്. അന്വേഷിക്കട്ടെ, കോടതി പറഞ്ഞ അന്വേഷിക്കണ്ടേ. കോടതി, ഞാൻ പറഞ്ഞല്ലോ, പോലീസിന്റെ എല്ലാ ആക്ഷനും കോടതിയുടെ നിരീക്ഷണത്തിലാണ്, സ്കൂട്ടണിയിലാണ്. അതുകൊണ്ട് പോലീസ് ഈസ് കെയർഫുൾ. എല്ലാ കാലഘട്ടത്തിലും പോലീസ് കെയർഫുൾ ആകുന്നതിന്റെ കാര്യം എന്താ? പോലീസ് എടുക്കുന്ന എല്ലാ നടപടിയും കോടതിയുടെ സ്കൂട്ടണിക്ക് വിധേയമാണ്. IPC അല്ലോ, പുതിയ എന്താ ഭാരത് എന്താ BNS അനുസരിച്ചാണ് അല്ലേ? അതനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. അത് കോടതിയുടെ സ്കൂട്ടണിക്ക് വിധേയവുമാണ്. അതുകൊണ്ട് പോലീസിന് ഇഷ്ടംപോലെ ചെയ്യാൻ കഴിയത്തൊന്നുമില്ല. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. അത് കോടതിയുടെ സ്കൂട്ടണിക്ക് വിധേയവുമാണ്. അതുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി ഒരിക്കലും പോലീസ് അന്വേഷണത്തിൽ ഇടപെടരുത് നമ്മൾ പറയുന്നത്. നമ്മൾ അന്വേഷിക്കാൻ ഇടപെടാൻ പാടില്ല. ഞാൻ നേരത്തെ ആഭ്യന്തരമന്ത്രി ആയപ്പോൾ എൻ്റെ നിലപാട് അതാണ്. പോലീസിന് അതിന്റെ ഫ്രീഡം കൊടുക്കണം. അവർ നിയമപരമായി ചെയ്യുന്നില്ല എങ്കിൽ ഇടപെടാം. നിങ്ങൾ നിയമത്തിൽ വിട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറയാം. അല്ലാണ്ട് ഏതെങ്കിലും ഒരു കേസിലെ അന്വേഷണത്തെ ഒരു കാരണവശാലും അന്വേഷണത്തിൽ ഇടപെടാൻ പാടുള്ളതല്ല. അതൊക്കെ SIT തീരുമാനിക്കേണ്ട കാര്യമാണ്. പോണോ വേണ്ടയോ, ഇപ്പോഴത്തെ അന്വേഷണം തൃപ്തികരമാണോ, നിയമോപദേശം തേടണോ എന്നൊക്കെ അവർ തീരുമാനിക്കണം.
എല്ലാം അവിടെ ചെയ്യും. Okay. English also. The narcotic hunt is a mission for the narcotic hunt is കുഴപ്പമില്ല, ഇവിടെ വെച്ചാൽ മതി. I speak in English or Hindi, what do you want? English, sir, English. The narcotic hunt is a mission for the narcotic hunt is a mission for the Kerala government in order to eradicate drugs menace from the state of Kerala. Today, in the police headquarters, we have a meeting of all central agencies. We wanted to take their help, and there should be a coordinated effort from all the agencies to nab the culprits and to stop the selling and use of prohibited tobacco products as well as the drugs. And Operation Tufan is a success, and we could able to nab more than 3,000 people, and they are brought before the law. Law will take its own course. More than 10 crores worth products were seized by the Kerala police, and the Kerala police is successfully operating this Operation Tufan, and the people are happy about this. All the representatives of the central agencies congratulated the Kerala police for their brave initiative to eradicate drug menace from the state of Kerala. So we will continue with this program. This program was inaugurated by the Chief Minister CBD Sadishan, and all the other ministers of excise, health, and education. They were all cooperating with this. The 26th, the World Anti-Drugs Day, we are going to make programs in every constituencies of Kerala. So this is a mission for the future. This is the mission for helping the future generation. I request all the people for total support and help for this program. So which were the agencies that were there in today's meeting, and did you all discuss on the source, on finding the source of These are today all the important agencies regarding the narcotic to prohibit the narcotic activities were present. IB, Customs, then DRA, NCB, Excise, and RPF, CASF. All agencies were present here, because in Kerala there are 4 major international airports. So we must be careful about that. And Coastal Police, Marine Police, all these agencies were present in this meeting. So we had charted out, we are going to chalk out a program by the help of all these agencies, so that a stringent action will be taken against this drug peddlers and the people who are involved in it. the source of Sir, one thing, like YouTuber Arju Singh show, girl is alleged she was a victim of housing art. She was converted in the. Has it come to your attention? Because No, it has not come to my notice. Central Intelligence has contacted this particular YouTuber. Has it come to your Thank you.